തന്നെപ്പോലെ തന്നെ പേരും പെരുമയും ആർജിക്കുന്ന ഒരു ശിഷ്യസമ്പത്ത് സമ്പാദിക്കുക എന്നത് ഏതൊരു ഗുരുവിനെയും സായുജ്യമാണ്. ഒ.എൻ. വി. സാറിൻ്റെ ശിഷ്യനും പ്രിയ ശിഷ്യനും കവിയും നാടകൃത്തുമായ ശ്രീ പെരപ്പൻകോട് മുരളിയാണ് നമ്മുടെ അടുത്ത അതിഥി. ഗുരുവന്ദനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അതെ, ഞാൻ സത്യത്തിൽ സാറിനെ കാണുന്ന മുമ്പ് സാറിൻ്റെ കവിതയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഈ കവിതകളും ഒക്കെ വന്നപ്പോൾ ഒരു സ്കൂൾ കുട്ടിയായി എനിക്ക് വളരെ കൗതുകം തോന്നി. യാദൃച്ഛികമായി എൻ്റെ ഓർമ്മ ഈ ഐക്യകേരളപ്പിറവിക്ക് തൊട്ട് മുമ്പാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, വളരെ ചെറിയൊരു വിദ്യാർത്ഥി, അന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രായമൊന്നും ആയിട്ടില്ല, ഒരു വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സമ്മേളനത്തിൽ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിന്ന് സംസാരിക്കുക വളരെ ആവേശത്തിൽ. നല്ല ചുരുണ്ട മുടി, ഇങ്ങനെ കോതി 2 വയസ്സായി കോതി വെച്ച്, അല്ലാത്ത അല്ല ചിത്രം എൻ്റെ കയ്യിലുണ്ടത്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു കേരളപ്പിറവിയെക്കുറിച്ച് എനിക്ക് അത്രയും ആശയപരമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല, പക്ഷെ വളരെ ആകർഷകമായി തോന്നി. അപ്പോൾ ഞാൻ പ്രസംഗം തുടങ്ങിയ ശേഷമാണ് വന്നത്. അടുത്തിരുന്ന ഒരാൾ ചോദിച്ചപ്പോഴാണ് ഇതാണ് ഒ.എൻ. വി. കുറുപ്പ് എന്ന് പറഞ്ഞത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായ ഒരു കവിയെ നേരിട്ട് കാണുന്നപ്പോഴാണ്. മറ്റൊരു ചിത്രങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ളൂരിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്, ആശാൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്, വള്ളത്തോളിൻ്റെ ഇങ്ങനെ ജുബ്ബയൊക്കെ ഇട്ട് കഴുത്തിൽ ഇങ്ങനെ ഷാളൊക്കെ ഇട്ട ചിത്രം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാൾ കവിയാവും, ഒരു സാധാരണ എന്നെപ്പോലെ ഒരു പച്ച മനുഷ്യൻ കവിയായി നിൽക്കുന്നു, അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. അപ്പോൾ ഈ കവിതയോടുള്ള അതിരറ്റ സ്നേഹം അത് കവിയോടുള്ള ആരാധനയായി മാറി. ചിലർക്ക് അവിടെ വെച്ച് കവിതയോടുള്ള സ്നേഹം പോയി എന്ന് വരാം, പക്ഷേ എനിക്ക് തിരിച്ചാ സംഭവിച്ചത്. പിന്നെ ഇത്രയും സുഭകനായ ഒരു കവിയെ പ്രതീക്ഷിച്ചില്ല. ഇല്ല, സുഭകൻ എന്നുള്ള അർത്ഥത്തിലല്ല, കാരണം ഒരു വളരെ ആവേശത്തോടുകൂടി സംസാരിക്കുന്ന, നിഷ്കളങ്കനായ, ആത്മാർത്ഥതയുള്ള ഒരു, അന്നത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു പുരോഗമന പ്രസ്ഥാനത്തേക്ക് സഹായിക്കുന്ന ഒരാൾ. അപ്പോൾ തീർച്ചയായും അത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. അത് കഴിഞ്ഞ് 62-ൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാനുള്ള മഹാഭാഗ്യം ലഭിച്ചു. ഞാനിപ്പോൾ നന്നായിട്ട് ഓർമ്മിക്കുന്നു. ഞാനൊരു പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ മലയാളം അയച്ചുകൊടുത്ത് പഠിക്കാനിടയായതിൽ മുഖ്യ കാരണം ഒ.എൻ. വി. സാറാണ്. എൻ്റെ വീട്ടുകാർ ആയുർവേദ വൈദ്യന്മാരുടെ ഒരു കുടുംബമാണ്. എൻ്റെ വല്യമ്മാവൻ ആയുർവേദമാണ്, എൻ്റെ അമ്മാവൻ ആയുർവേദക്കാരനാണ്, എൻ്റെ ശേഷകാരൻ ആയുർവേദമാണ്. എന്നെയും ആയുർവേദം പഠിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ വീട്ടുകാരുടെ ആഗ്രഹം. പക്ഷേ എനിക്ക് വളരെ ചെറുതിലേ തന്നെ ഒന്ന് ഈ സാഹിത്യത്തോടുള്ള താല്പര്യം, 2 ഒ.എൻ. വി. സാർ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിക്കാൻ പറ്റുമല്ലോ, അതാണ് സത്യത്തിൽ ഒരു വിഷമമില്ല ഞാൻ പറയുക. ഒരു ആയുർവേദ ഡോക്ടറെ നഷ്ടപ്പെടുത്തി. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരിക്കലല്ലേ. ഞാനും ആയുർവേദത്തിന് അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് മലയാളത്തിന് പഠിക്കാൻ പോകുന്നത് പ്രായം പോരായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ മോഡലാക്കാൻ ശ്രമിച്ചുള്ള 2 മനുഷ്യരെയാണ്. ഒന്ന് സാറാണ്, മറ്റൊന്ന് EMS ആണ്. കാരണം ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പൊങ്ങച്ചം പറയാൻ വേണ്ടി ഞാൻ ഒരു വലിയ ആളാണ്, ഇങ്ങനെയൊക്കെ ബന്ധമുണ്ടെന്ന് പറയാൻ വേണ്ടി പറയുകയല്ല, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഓരോ തവണ കാണുമ്പോഴും ബഹുമാനം വർദ്ധിക്കല്ലാതെ അത് കുറഞ്ഞിട്ടില്ല. താങ്കളുടെ കർമ്മമണ്ഡലം രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് കൂടെ യാത്ര ചെയ്യാൻ? തെരഞ്ഞെടുപ്പ് ഒരു രസകരമായ സംഭവമാണ്. സാറ് ജീവിതത്തിലൊരിക്കലും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നില്ല. ഹൂവിൽ ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞ പോലെ ആരാണ് സാറിനോട് പോയി പറയുക ഇതാണെന്ന് പ്രശ്നം. അപ്പോൾ എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ അടുപ്പവും അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെ എനിക്ക് ആവശ്യമില്ലാത്ത അഹങ്കാരം ഇല്ലെങ്കിലും എനിക്കൊരു ധാരണയുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാർക്കുമുണ്ട്. പക്ഷേ ഇതിലൊക്കെ വളരെ ഒരു കൂർമ്മ ബുദ്ധിയോടുകൂടി ആ കാലത്തിൻ്റെ സന്ദർഭങ്ങൾ മനസ്സിലാക്കി PS പറഞ്ഞു, നിങ്ങളെന്തായാലും ഒ.എൻ. വി. സാറിനോട് പറഞ്ഞു ഒന്ന് ആലോചിക്കണം, കാരണം ഇത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്, ചരിത്രത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് VS ഞാനും പോയി. തിരിച്ച് ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഏതായാലും അവസാനം അറിഞ്ഞുകൊണ്ട് തന്നെ, ജയിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ചെയ്തത്. ആ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസക്കാലം എൻ്റെ പ്രചരണം, അതിന് ആദ്യ അവസാനം കൂടെ ഉണ്ടായിരുന്നിടത്ത് ഞാനാണ്. അപ്പോൾ സാറിൻ്റെ എല്ലാ പ്രത്യേകതയും എനിക്കറിയാവുന്നതുകൊണ്ട് ഈ ചെല്ലുന്നിടത്തൊക്കെ പൂവാരി മുഖത്തെറിയും. പക്ഷേ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇരുന്ന് കല്ലടിക്കുകയോ മറ്റു ജോലിയോ ചെയ്താൽ അവരെ വിളിച്ചിറങ്ങി, ഇതാ അവരുടെ കാലിലൊന്നും തൊടണം, ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനാണ്. അപ്പോൾ സാറ് ഞാൻ അവരുടെ കാലിലൊന്നും തൊടാൻ പോകുന്നില്ല, എനിക്ക് അവരോട് ബഹുമാനമാണ്, പക്ഷേ അത് കാലിൽ തൊട്ട് നിങ്ങളെ ഫോട്ടോ എടുപ്പിച്ച് എനിക്ക് ബഹുമാനമൊന്നും ആവശ്യമില്ല, അതുപോലെ പൂ വാരി എറിയരുത്. സാധാരണ ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും പറയില്ലാത്തതാണ്. പക്ഷേ സാറ് പരസ്യമായി പറഞ്ഞു, എന്നെ ഈ പൂക്കളെ നിങ്ങൾ അപമാനിക്കരുത്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, പൂക്കൾ ചവിട്ടി മെതിക്കാൻ പാടുള്ളതല്ല, പൂക്കൾ ആദരിക്കപ്പെടേണ്ടതാണ്. ഈ തരത്തിലുള്ളൊരു
ഒരു പുതിയ കൾച്ചർ തെരഞ്ഞെടുപ്പിനുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. അതുപോലെ ONU ഇലക്ഷന് ജയിക്കാത്തത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. എന്തെന്ന് വെച്ചാൽ ONU എന്നുള്ള കവി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പോഴും. തീർച്ചയായും ആ തലപ്പൊക്കത്തോടെ ആരുടെ മുമ്പിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ നിൽക്കാൻ ONUക്ക് സാധിക്കുന്നതിൽ ഞങ്ങൾക്കൊക്കെ ധന്യതയുണ്ട്. താങ്ക് യു. വളരെയധികം ഈ ശരിക്കും സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായി മുരളി സാർ എത്തി. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സമയം ചിലവഴിച്ചതിൽ. അത് വേറൊരു കാര്യം. നന്ദി. നമസ്കാരം.